എലീസ ടെസ്റ്റ് എന്ന് നാം ധാരാളം കേട്ടിട്ടുണ്ട്. HIV അഥവാ എയ്ഡ്സ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നറിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെസ്റ്റായിട്ടാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് എലീസ ടെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ ആൾക്കാർക്ക് എന്തോ ഭയമാണ്. എന്താണ് എലൈസ? ഞാനതിനെ എലൈസ എന്നാണ് പറയുക. അങ്ങനെയാണ് ശീലിച്ചത്. ELISA അതാണ് എലൈസ. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റ് അസേ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് എലൈസ. നമുക്കറിയാം, നാം ധാരാളം കേട്ടിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിന്, മനുഷ്യ ശരീരത്തിന്, എല്ലാ ജീവികളുടെയും ശരീരത്തിന് ഒരു ഇമ്മ്യൂൺ സിസ്റ്റമുണ്ട്, അഥവാ ഒരു പ്രതിരോധ സംവിധാനമുണ്ട്. എന്ന് വെച്ചാൽ ശരീരത്തിന് വരുന്ന രോഗങ്ങളിൽ മഹാഭൂരിപക്ഷം രോഗങ്ങളും തനിയെ മാറും. ഇപ്പോൾ ഒരാളുടെ കൈ എല്ലൊടിഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ വെക്കുന്ന ഒരു ജോലിയാണ് നമ്മുടെ വൈദ്യശാസ്ത്രം ചെയ്യുന്നത്. ആ കൂടിച്ചേരൽ അത് നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാണ്. നമുക്കൊരു പനി വന്നു, അത് മിക്കവാറും ഒരുമാതിരിപ്പെട്ട എല്ലാ പനികളും തനിയെ മാറും. അങ്ങനെ ഏകദേശം ഒരു 75-80% അസുഖങ്ങളും തനിയെ മാറുന്നതാണ്. ഇത് സംഭവിക്കുന്നത് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കൊണ്ടാണ്, അഥവാ ഈ പറഞ്ഞ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. എങ്ങനെയാണ് ഇമ്മ്യൂൺ സിസ്റ്റം പ്രവർത്തിക്കുന്നത്? ശരീരത്തിലൊരു രോഗാണു ആക്രമണം ഉണ്ടായി എന്നിരിക്കട്ടെ, ഒരു ഫോറിൻ ബോഡി ശരീരത്തിൽ കടന്നു എന്നിരിക്കട്ടെ, അതിന് മെഡിക്കൽ ഭാഷയിൽ ആൻറ്റിജൻ എന്നാണ് പറയുക. അങ്ങനെ ഒരു ആൻറ്റിജൻ ശരീരത്തിൽ കടന്നാൽ അപ്പോൾ നമ്മുടെ പ്രതിരോധ സംവിധാനം അലർട്ടാകും, അതിനെ നോട്ട് ചെയ്യും, ഉടനെ തന്നെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ആ രോഗാണുവിനെതിരെ, ആ ആൻറ്റിജനെതിരെ കൃത്യമായി ചില പദാർത്ഥങ്ങൾ ശരീരം ഉൽപ്പാദിപ്പിക്കും. അതിൻ്റെ പേര് ആൻറ്റിബോഡി എന്നാണ്. ഒരു പർട്ടിക്കുലർ ആൻറ്റിജനെതിരെ കൃത്യമായി അതിനെ ലോക്ക് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ആൻറ്റിബോഡിയാണ് ശരീരം ഉണ്ടാക്കുക. അതൊരു ലോക്ക് ആൻഡ് കീ സിസ്റ്റം പോലെയാണ്. അങ്ങനെ ആ രോഗാണുവിനെ ഈ ആൻറ്റിബോഡി കണ്ടെത്തി അതിനെ ലോക്ക് ചെയ്ത് അതിനെ നിർവീര്യമാക്കും. ഇതാണ് ഇമ്മ്യൂൺ സിസ്റ്റം അഥവാ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം ചെയ്യുന്നത്. ചില കേസുകളിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ കയ്യിൽ നിൽക്കില്ല, അതങ്ങ് കൂടി പോകും. ഈ എലൈസ ടെസ്റ്റിൽ ചെയ്യുന്നത് ശരീരത്തിൻ്റെ ഈ പ്രതിരോധ സംവിധാനം ചെയ്യുന്ന അതേ കാര്യങ്ങൾ ശരീരത്തിന് പുറത്ത് പുനഃസൃഷ്ടിച്ച് ചെയ്യുകയാണ്. അതിന് ഇൻ വിട്രോ ടെസ്റ്റുകൾ എന്നാണ് പറയുക. ഇൻ വിട്രോ എന്ന് പറഞ്ഞാൽ ശരീരത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ശരീരത്തിന് പുറത്ത് പുനഃസൃഷ്ടിക്കുന്ന ആ ഒരു രീതിക്കാണ് ഇൻ വിട്രോ എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾ ഇൻഫെക്റ്റഡായി, ഇപ്പോൾ HIV എന്ന് തന്നെ കൂട്ടു, ഇൻഫെക്റ്റഡ് ആണോ ഇല്ലയോ എന്നറിയാൻ എങ്ങനെയാണ് ആ ടെസ്റ്റ് ചെയ്യുന്നത്? ആദ്യം ഈ രോഗിയുടെ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ബ്ലഡ് സാമ്പിൾ എടുക്കും. ബ്ലഡിൻ്റെ നിറം എന്താണ്? ചുവപ്പ് നിറമാണ്. ബ്ലഡിന് ചുവപ്പ് നിറം കൊടുക്കുന്നത് എന്തൊക്കെയാണ്? റെഡ് ബ്ലഡ് കോർപ്പസൽസ് എന്ന് പറയുന്ന RBC എന്ന് പറയുന്ന ആ കണങ്ങളാണ് ബ്ലഡിന് ചുവപ്പ് നിറം കൊടുക്കുന്നത്. RBC ഉണ്ടാവും, അതിനോടൊപ്പം ഹീമോഗ്ലോബിനും ഉണ്ടാകും. അങ്ങനെ ഈ RBC, അതുപോലെ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് ഉണ്ട്, വലുതാണത്, അത് ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇങ്ങനെ RBC, WBC, പ്ലേറ്റ്ലെറ്റുകളാണ് നമ്മുടെ രക്തം കട്ട പിടിക്കാനൊക്കെ സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റുകളാണ്. ഇങ്ങനെയുള്ളതിനെ മുഴുവനും റിമൂവ് ചെയ്തിട്ട്, സെൻട്രിഫ്യൂജ് ചെയ്ത് റിമൂവ് ചെയ്തിട്ട് ഇളം പിങ്ക് നിറത്തിലുള്ള രക്തത്തിൻ്റെ സിറം ആണ് ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സിറത്തിലായിരിക്കും ആൻറ്റിബോഡീസും ആൻറ്റിബോഡീസും ഒക്കെ ഉണ്ടാവുക. ഇവിടെ ചെയ്യുന്നത് ആൻറ്റിജനെ നേരിട്ട് കണ്ടുപിടിക്കുകയല്ല, അതിന് പകരം ആൻറ്റിബോഡിയെ ഡിറ്റക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുക. എന്തുകൊണ്ടെന്നാൽ അത് കുറച്ചുകൂടി എളുപ്പമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, നാം വണ്ടി ഓടിച്ചു പോകുന്നു, വഴിയിൽ പെട്ടെന്ന് ഒരു പോലീസ് സംഘം നിൽക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നല്ലേ. ഒന്നുകിൽ ഏതെങ്കിലും ഒരു VIP വരുന്നതാകാം. VIPയുടെ മൂവ്മെൻറ്റ്സ് വലിയ പ്രശ്നമാണല്ലോ. അല്ലെങ്കിൽ അവിടെ അടുത്തൊരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു ഷോപ്പിലോ ഒരു കള്ളം കയറിയതായി സംശയം. അപ്പോൾ പെട്ടെന്ന് പോലീസ് സേന അവിടേക്ക് എത്തും. ആ പോലീസുകാരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന്. ചിലപ്പോൾ എന്താണ് സംഭവിക്കുക? ഈ അകത്ത് കയറിയ കള്ളന്മാരുടെ കയ്യിൽ ആയുധങ്ങളും ബോംബുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ 10 പോലീസുകാരെ കൊണ്ട് പോരാ, അപ്പോൾ CRPFനെ വിളിക്കേണ്ടി വരും. അതാണ് ചികിത്സ. എങ്ങനെയും ഈ കള്ളന്മാരെ തുരത്തുക, പിടികൂടുക, ഇതാണ്. അപ്പോൾ പോലീസിൻ്റെ പ്രസൻസ് കണ്ടാൽ അവിടെ എന്തോ പ്രശ്നമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ നമ്മുടെ രക്തത്തിൽ,
നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബോഡിയുടെ സാന്നിധ്യം കണ്ടാൽ, ഒരു പർട്ടിക്കുലർ ആൻറ്റിബോഡിയുടെ സാന്നിധ്യം കണ്ടാൽ അതിൻ്റെ അർത്ഥം ആ പ്രത്യേക ആൻറ്റിജൻ, ആ രോഗാണു ശരീരത്തിലുണ്ട് എന്നാണ്. ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ശരീരത്തിൽ നടക്കുന്ന അതേ കാര്യങ്ങൾ പുനഃസൃഷ്ടിക്കുകയാണ് ചെയ്യുക. ഇതിനു വേണ്ടി ഒരു കിറ്റുണ്ട്, ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡയഗ്നോസ്റ്റിക് കിറ്റുണ്ട്. ഒരു കിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അകത്ത് പലവിധ സാധനങ്ങൾ ഉണ്ടാകും. എല്ലാം കൂടി ചേർന്ന ഒരു സാധനമാണ് കിറ്റ് എന്ന് പറയുന്നത്. ആ കിറ്റിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് മൈക്രോ വെല്ലുകൾ. ചെറിയ ചെറിയ കുഴികളടങ്ങിയ 96 വെൽസ്, ചെറിയ മൈക്രോ വെൽസ് അടങ്ങിയ ഒരു പ്ലേറ്റാണിത്. ഇത് കണ്ടു കഴിഞ്ഞാൽ വെറും ഒരു ഗ്ലാസ് പ്ലേറ്റ് പോലെ ഇരിക്കും, ഒരു ഗ്ലാസിൻ്റെ ഒരു സാധനം പോലെ ഇരിക്കും. പക്ഷേ അത് വെറും ഒരു പ്ലാസ്റ്റിക്കോ ഗ്ലാസോ അല്ല. ആ മൈക്രോ വെല്ലുകളിൽ ഈ ഏത് ആൻറ്റിബോഡിയെയാണോ ഡിറ്റക്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ആൻറ്റിജൻ കോട്ട് ചെയ്തിട്ടുണ്ടാവും കൃത്രിമമായി. നമുക്കത് കാണാൻ കഴിയില്ല. ആ കോട്ടിങ്ങുള്ള പ്ലേറ്റുകളാണത്. അപ്പോൾ നമ്മൾ ഈ ബ്ലഡ് സാമ്പിള് എടുത്തു, സിറം സെപ്പറേറ്റ് ചെയ്തു. ആ സിറം കുറച്ച് ക്വാണ്ടിറ്റി ഒരു മൈക്രോ പിപ്പറ്റിൽ ഈ മൈക്രോ വെല്ലിലേക്ക് ഒഴിക്കുന്നു. എന്താണ് സംഭവിക്കുക? സപ്പോസ് ഈ ബ്ലഡ് സാമ്പിളിൽ ആ പർട്ടിക്കുലർ ആൻറ്റിബോഡി ഉണ്ടെന്നിരിക്കട്ടെ, HIV ആൻറ്റിബോഡി ഉണ്ടെന്നിരിക്കട്ടെ, എന്ത് സംഭവിക്കും? കൃത്യമായി ഈ വെല്ലുകളിൽ കോട്ട് ചെയ്തിരിക്കുന്ന ആൻറ്റിജനുമായി അത് ബൈൻഡ് ചെയ്യും. വളരെ സ്ട്രോങ് ബൈൻഡിങ് ആയിരിക്കും. ഈ ബ്ലഡ് സാമ്പിൾ ആ വെല്ലിൽ ഒഴിച്ച് കുറച്ച് നേരം അത് ഇൻക്യുബേറ്റ് ചെയ്യും. 37 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് ഇൻക്യുബേറ്റ് ചെയ്യുക. അരമണിക്കൂർ, 1 മണിക്കൂർ, അങ്ങനെ പല കമ്പനികൾക്കും പല രീതിയിലായിരിക്കും അത്. പക്ഷേ ഈ 37 ഡിഗ്രി എന്നുള്ളത് നിർബന്ധമാണ്. എന്താണ് 37 ഡിഗ്രിയുടെ പ്രത്യേകത? നമ്മുടെ ശരീരത്തിൻ്റെ അതേ ടെമ്പറേച്ചറാണ് 37 ഡിഗ്രി. ഈ 37 ഡിഗ്രിയിലാണ് നമ്മുടെ ശരീരത്തിലെ ആന്തരിക ബയോളജിക്കൽ പ്രവർത്തനങ്ങളെല്ലാം നടക്കുക. ഇത് കുറയാനും പാടില്ല, കൂടാനും പാടില്ല. അതേ 37 ഡിഗ്രിയിൽ ആൻറ്റിബോഡി ഉണ്ടെന്ന് കരുതപ്പെടുന്ന ആ സിറം ഒഴിച്ച വെല്ല് ഇൻക്യുബേറ്റ് ചെയ്യും. ഇൻക്യുബേറ്റ് ചെയ്തതിന് ശേഷം ഈ ബാക്കി വരുന്ന അതിൻ്റെ അകത്തുള്ള ആ സിറം വാഷ് ചെയ്ത് കളയും. വാഷ് ചെയ്ത് കളഞ്ഞാലും അതിൻ്റെ അകത്ത് ആൻറ്റിബോഡി ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും ആ ആൻറ്റിജനുമായി ബൈൻഡ് ചെയ്തിട്ടുണ്ടാകും. ആ ബൈൻഡിങ് അവിടെ തന്നെ നിൽക്കും, ബാക്കിയെല്ലാം പോകും. ആ ബൈൻഡിങ് അവിടെ ഉറപ്പായിട്ടും ഉണ്ടാകും. കാര്യം അത്ര സ്ട്രോങ് ബൈൻഡിങ് ആണത്. പോസിറ്റീവും നെഗറ്റീവും പോലെയുള്ള ബൈൻഡിങ് ആണത്. ഒരു മാഗ്നറ്റിൻ്റെ നോർത്തും സൗത്തും പോലെയുള്ള ബൈൻഡിങ് ആണത്. അത്ര സ്ട്രോങ് ആണത്. അതിനുശേഷം ഇത് ഉണ്ടോ ഇല്ലയോ നമുക്ക് കാണണ്ടേ, അപ്പോഴും ആ വെല്ല് അതുപോലെ തന്നെ ഇരിക്കും. അതിലേക്ക് ഇതിനെ കാണാൻ വേണ്ടിയുള്ള മറ്റൊരു സൊല്യൂഷൻ ഉണ്ട്. ഒരു എൻസൈം അടങ്ങിയ, ഞാൻ എൻസൈം എന്നേ പറയുന്നുള്ളൂ, കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. ആ സൊല്യൂഷൻ ഒഴിച്ചതിന് ശേഷം ഒരു കളറിംഗ് സൊല്യൂഷൻ കൂടി ഒഴിക്കും. ഈ എൻസൈം ഒഴിക്കുമ്പോൾ അതിൽ ആൻറ്റിജൻ, ആൻറ്റിബോഡി ബൈൻഡിങ് ഉണ്ടെങ്കിൽ മാത്രം ആ ബൈൻഡിങ്ങുമായി അതും ബൈൻഡ് ചെയ്യും. അങ്ങനെ വീണ്ടും ഒരു ബൈൻഡിങ് അവിടെ ഉണ്ടാകും. അങ്ങനെ എൻസൈമുള്ള ബൈൻഡിങ് അതിൻ്റെ അകത്തുണ്ടെങ്കിൽ മാത്രം അവസാനം ഒഴിക്കുന്ന കളറിംഗ് സൊല്യൂഷൻ ഒരു കളർ ഡെവലപ്പ് ചെയ്യും. ഒരു ഡീപ്പ് യെല്ലോ കളർ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ എല്ലാ വെൽസിലും ഉണ്ടാകും, എല്ലാത്തിൻ്റെ അകത്തും കളർ ഉണ്ടാകും. പക്ഷേ ആ കളറിൻ്റെ വ്യത്യാസം നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ കഴിയില്ല. ഈ റിയാക്ഷൻ എല്ലാം കഴിഞ്ഞ 1.5 മണിക്കൂർ പ്രോസസ്സ് ഉണ്ടത്. ഈ റിയാക്ഷൻ എല്ലാം കഴിഞ്ഞ ഈ മൈക്രോ പ്ലേറ്റ് എലൈസ റീഡർ എന്ന ഒരു ഉപകരണം ഉണ്ടാകും. ആ ഉപകരണത്തിൽ വെച്ച് അത് റീഡ് ചെയ്യും. എന്താണ് എലൈസ റീഡറിൽ നടക്കുന്നത്? ഈ മൈക്രോ വെല്ലിൽ കൂടെ ഈ സൊല്യൂഷൻ അതിൻ്റെ അകത്തുണ്ടാവുമല്ലോ, കളർ സൊല്യൂഷൻ, അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ലൈറ്റ് പാസ് ചെയ്യും. ഒരു പർട്ടിക്കുലർ വേവ് ലെങ്തിലുള്ള ലൈറ്റ് പാസ് ചെയ്യും. അങ്ങനെ പാസ് ചെയ്യുമ്പോൾ എത്രമാത്രം ലൈറ്റ് അത് അബ്സോർബ് ചെയ്തെടുക്കുന്നു എന്നതിൽ നിന്ന് ഈ ബ്ലഡ് സാമ്പിളിൽ ആൻറ്റിബോഡി ഉണ്ടായിരുന്നോ, ആൻറ്റിബോഡി ഉണ്ടായിരുന്നെങ്കിൽ അതെത്ര എന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ആൻറ്റിബോഡി ഉണ്ടെങ്കിൽ അവിടെ ബൈൻഡിങ് ഉണ്ടാകും. ആ ബൈൻഡിങ് ഉണ്ടെങ്കിൽ ആ കളറുണ്ടാവും. ആ കളറുണ്ടെങ്കിൽ ആ ലൈറ്റ് അതിനെ അബ്സോർബ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ആ ലൈറ്റിൻ്റെ അബ്സോർബൻസ് എത്രയാണ് എന്ന് കണക്കാക്കുന്ന ഉപകരണമാണ് എലൈസ റീഡർ എന്ന് പറയുന്നത്. ഫൈനലി ഇത് പ്യുവർ ഒപ്റ്റിക്സ് ആണ്. ലൈറ്റ് അതിൻ്റെ ഡിറ്റക്ടർ. ഇതാണ് ഒരു എലൈസ റീഡറിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത്. ഈ റീഡിംഗ് അനുസരിച്ച്, ലൈറ്റിൻ്റെ അബ്സോർബൻസ് അനുസരിച്ച് ഈ സാമ്പിളിൽ ആൻറ്റിബോഡി ഉണ്ടായിരുന്നോ എന്ന് മനസ്സിലാകും. ആൻറ്റിബോഡി ഉണ്ടായിരുന്നു എന്നാണ് അത് തരുന്ന റിസൾട്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ബ്ലഡ് ആരുടെയാണോ അയാളുടെ ശരീരത്തിൽ ആ ആൻറ്റിജൻ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം.
അതിൻ്റെ അർത്ഥം അയാൾ പോസിറ്റീവാണ് എന്നാണ്. ഇല്ലെങ്കിൽ അത് നെഗറ്റീവാണ്. ഇത് HIV ടെസ്റ്റിൻ്റെ പേരിലാണ് സാധാരണക്കാരുടെ ഇടയിൽ ഈ ടെസ്റ്റ് പ്രസിദ്ധമായത് എങ്കിലും ഡയഗ്നോസ്റ്റിക്സ് രോഗനിർണയ മേഖലയിൽ എലൈസ എന്നുള്ളത് ഒരു വലിയ സംഭവമാണ്. 100 കണക്കിന് ഇൻഫെക്ഷസ് ഡിസീസസിൻ്റെ ടെസ്റ്റുകൾ ഈ എലൈസ മാർഗത്തിലൂടെയാണ് ചെയ്യുന്നത്. ഇത് ഏറ്റവും കൺഫർമേറ്ററി ആയിട്ടുള്ള ടെസ്റ്റുകളിൽ ഒന്നാണ്. എല്ലാ ബ്ലഡ് ബാങ്കുകളിലും നിർബന്ധമായി ചെയ്യേണ്ട ടെസ്റ്റാണ് എലൈസ. HIV, HBS, മഞ്ഞപ്പിത്തം, എയ്ഡ്സ് ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടോ എന്നറിയാൻ, ഈ വരുന്ന സാമ്പിളുകളിൽ ഉണ്ടോ എന്നറിയാൻ ചെയ്യുന്ന ടെസ്റ്റാണ്. ഈ എലൈസ ടെസ്റ്റ് നടത്തി നെഗറ്റീവാണെന്ന് ഉറപ്പാക്കിയ ബ്ലഡ് മാത്രമേ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും അതുപോലെ മറ്റ് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ എലൈസ ടെസ്റ്റ് എന്ന് പറയുന്നത് രോഗനിർണയ മേഖലയിലെ, ഡയഗ്നോസ്റ്റിക്സ് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായ ഒരു ടെസ്റ്റാണ്. എലൈസ കഴിഞ്ഞിട്ട് മറ്റു പല മെത്തേഡുകളും വന്നിട്ടുണ്ട്. അത്യാധുനിക മെത്തേഡുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. കെമിലൂമിനസൻസ് വന്നിട്ടുണ്ട്, ഇലക്ട്രോഫ്ലൂറസൻസ് വന്നിട്ടുണ്ട്. എങ്കിലും അടിസ്ഥാനം, ബേസിക് എന്ന് പറയുന്നത് എലൈസ തന്നെയാണ് ഇപ്പോഴുമുള്ളത്. ആ എലൈസ ടെസ്റ്റ് ഒരുപാട് ടെസ്റ്റുകൾക്കുണ്ട്. അതുകൊണ്ട് എപ്പോഴെങ്കിലും ലാബിലൊക്കെ പോയി അല്ലെങ്കിൽ ഒരു ഡോക്ടർ എലൈസ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഭയപ്പെടുകയൊന്നും വേണ്ട. എലൈസ എന്ന് പറഞ്ഞാൽ എയ്ഡ്സ് എന്നല്ല അതിൻ്റെ അർത്ഥം. എലൈസ എന്നത് ഒരു മെത്തേഡ് മാത്രമാണ്. ഇത് വളരെ ഡീപ്പായിട്ടുള്ളൊരു സബ്ജക്റ്റാണത്. അത് എത്രത്തോളം എനിക്ക് കൺവേ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിലും കഴിയുന്നത്ര ലളിതമായി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സഹകരിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇതേപോലെയുള്ള സയൻറ്റിഫിക് വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നമസ്കാരം.